എനിക്കിതിന് മേളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ കൊണ്ട് കഴിയില്ല. ആരോഗ്യത്തിന് വ്യായാമം വളരെ നല്ലതാണ്. ഇനി വ്യായാമം ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതം തന്നെ പോക്കാണ്. സുഹൃത്തെ മോട്ടു, നീ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഞാൻ ഈ പെട്ടിക്കകത്ത് മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മരുന്ന് ശരീരത്തിലെത്തിയാൽ ശക്തി 10 ഇരട്ടി വർദ്ധിക്കും. എനിക്ക് വേണ്ട നിങ്ങളുടെ വ്യാജ മരുന്നുകളൊന്നും. നിങ്ങൾ പല പ്രാവശ്യം എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ, അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ ഇഞ്ചക്ഷൻ എനിക്കിട്ട് തരണം പ്ലീസ്. ഈ ഊർജം കിട്ടിയതുകൊണ്ട് ഞാൻ അതിനെ ദുരുപയോഗം ചെയ്യില്ല ഡോക്ടർ. അല്ല, നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? പത്തുലു പ്ലീസ്, നീയെങ്കിലും ഡോക്ടറോട് പറഞ്ഞ ആ ഇഞ്ചക്ഷൻ ഒന്ന് എനിക്കിട്ട് തരാൻ പറ. ഞാൻ വാക്ക് തരുന്നു, എനിക്ക് കിട്ടുന്ന ശക്തി ഞാൻ അനാവശ്യമായി ഉപയോഗിക്കില്ല. ഡോക്ടർ ജഡ്ക, എന്തായാലും ഈ ഇഞ്ചക്ഷൻ മറ്റാർക്കും ഇടാൻ നിൽക്കണ്ട. അത് എനിക്ക് തന്നെ ഇട്ടോളൂ. കാരണം ഇതിൽ നിന്നും കിട്ടുന്ന ഊർജം ഞാൻ ഒരിക്കലും തെറ്റായി ഉപയോഗിക്കില്ല. എന്നാ പിന്നെ എനിക്കും ഇഞ്ചക്ഷൻ ചെയ്തോളൂ. ഞാനും ശക്തിമാനാവട്ടെ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ തന്നെയാ വിശ്വാസം. ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ എവിടെയാ കുത്താൻ പോകുന്നതെന്ന്. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. എന്റെ ശരീരത്തിലും ശക്തി കയറുന്നത് പോലെ എനിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഓടാനും ചാടാനും ഒക്കെ ഞാനിപ്പോ വെമ്പൽ കൊള്ളാണ്. കൊള്ളാം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിനക്ക്? പത്തിലോ താഴേക്ക് ഇറങ്ങ്. എന്റെ തലയിൽ എന്ത് മുടിയുണ്ടായിട്ടാ നീ മസാജ് ഒക്കെ ചെയ്യുന്നത്? എന്തൊരു അഹങ്കാരമാണ് നിനക്ക്. താഴേക്ക് വാ, കാണിച്ചു തരാം. ഇനിയുള്ള ദിവസങ്ങളിലെ കളി കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ പട്ലുവിനെ കുറിച്ച് നീ എന്താ കരുതിയേ? എന്റെ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങി. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളി ആയില്ലേ? ഇതെന്താ എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാത്ത? ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ട സ്നേഹിത, നിന്റെ ശക്തിയും വർദ്ധിക്കും. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യും. എന്റെ കൂടെ വാ. എന്താ? വാ വാ വരൂ. ഇങ്ങോട്ട് എനിക്കുതാ. മോട്ടോ, നീ എന്താ ഡോഗിയെ പോലെയൊക്കെ കാണിക്കുന്നേ? പത്തുലു, നിനക്കറിയോ നീ ഇപ്പൊ കാണിക്കുന്നതേ കൊരങ്ങച്ചന്റെ കോപ്രായങ്ങളാണ്. അതെ, പറഞ്ഞത് ശരിയാ. പക്ഷെ അത് എങ്ങനെയാ? ഞാൻ നിങ്ങൾക്ക് തന്ന മരുന്ന് മനുഷ്യർക്ക് മൃഗങ്ങളുടെ ശക്തി കിട്ടുന്ന മരുന്നാ. എന്റെ പരീക്ഷണം വിജയിച്ചു. കണ്ടില്ലേ നീ? കൊരങ്ങനെ പോലെ, പിന്നെ മോട്ടു ഡോഗിയെ പോലെയും. ഞങ്ങളെ വീണ്ടും പറ്റിച്ചു കളഞ്ഞു അല്ലേ? എന്റെ പൊന്നു മോട്ടു, ഇതിന്റെ ഉപയോഗം നിനക്ക് അറിയാഞ്ഞിട്ടാ. നിനക്ക് പട്ടിയെ പോലെ മണം പിടിക്കാനും ഓടാനും ഒക്കെ സാധിക്കും. പിന്നെ രാത്രി മുഴുവൻ കാവലിരിക്കുക. പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ അവരെ ഓടിച്ചിട്ട് കടിക്കുക.
എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ ഓടുന്നു? ആ മോട്ടൂനും പത്രൂനും ഭ്രാന്ത് പിടിച്ചു. എന്തൊക്കെയാ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഓടിക്കോ. ഏയ് മോട്ടു പത്ലു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ നല്ല മനുഷ്യരല്ലേ? നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ഓക്കെ, ഏയ് മോട്ടു, എന്താ ഈ കാണിക്കുന്നത്? താനൊന്ന് താഴെ ഇറങ്ങ്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മണം പിടിച്ച് നോക്കുന്നതാ. ഏയ് മോട്ടു, നീ എന്തിനാ എന്നെ മണപ്പിക്കുന്നത്? എന്താ അങ്ങനെ? ഏയ് പത്ലു, നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. താഴേക്ക് ഇറങ്ങ്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ആ ജോൺ ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ കണ്ടുപിടിക്കണം പ്ലീസ്. താൻ എന്താ കുറെ നേരം ഇങ്ങനെ മണപ്പിക്കുന്നുണ്ടല്ലോ? കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ടുണ്ടോ? ഈ എല്ലും കഷ്ണമൊക്കെ എന്റെ പോക്കറ്റിൽ ആകെ ഒരു കർച്ചീഫേ ഉള്ളൂ. അതും എന്റേതല്ല, ആ ജോണിന്റേതാണ്. ഇതാ കണ്ടോ? ഞാൻ ജോണിനെ കണ്ടുപിടിച്ചു തരാം. അവൻ അതുവഴിയാ പോയത്. എനിക്ക് എല്ലും കഷ്ണം തരുവോ? എന്ത് എല്ലും കഷ്ണോ? എന്ന് വെച്ചാ ഇവന് വിശക്കുന്നോണ്ട് ജോണിന്റെ എല്ലാം ഊരിയെടുത്തോളോന്ന്. ഞങ്ങൾ അവനെ പിടിച്ചോണ്ട് വരാം. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എല്ലിന്റെ കഷ്ണം തരണം എനിക്ക്. ഇപ്പൊ നിനക്ക് എല്ലിനോട് എന്താ അത്ര താല്പര്യം? അവന്റെ വർത്താനൊന്നും നിങ്ങളെ കേക്കണ്ട. നിങ്ങള് വേഗം പോയി പഴം തയ്യാറാക്കാൻ നോക്ക്. ഓ, ഒരുത്തന് എല്ലും കഷ്ണം, ഒരുത്തന് പഴം. ഇവന്മാർക്ക് ഇതെന്താ പറ്റിയ? ജോണാകും ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഈ വലിയ കാട്ടിൽ ആരാണ് എന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്? കൊള്ളാം ഡോൺ, കൊള്ളാം. കവിതയൊക്കെ വരുന്നുണ്ടല്ലോ. എടാ മണ്ടന്മാരെ, ഇത് കവിതയൊന്നുമല്ല, നമ്മുടെ ജീവിതമാണ്. ജോൺ ഇവിടെ ഒരു അധോലോകം തീർത്തിരിക്കുകയാണ്. ബോസ്, ദേ പിന്നെയും കവിത വരുന്നു. അതാ നോക്കൂ, പത്തുലുനെ പോലെ ഒരു കൊരങ്ങൻ. എടാ മണ്ടന്മാരെ, അത് പത്ലുവിനെ പോലെയുള്ള കുരങ്ങനല്ല, പത്ലു തന്നെയാണ്. പത്ലു ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മോട്ടു ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓടിക്കോ. ഓടാം. അവന്റെ ഒരു ചാട്ടം കണ്ടില്ലേ? എങ്ങോട്ട് പോവാ? ജോണിനെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. നീ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. ബോസ്, ഇവന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചോ? നീ വെറുതെ ഓരോന്നും പറഞ്ഞ് എന്റെ ഉന്നം തെറ്റിക്കാതെ. ഈ വെടിയുണ്ട നിനക്കുള്ളതാ മോട്ടു. ബോസ്, റിവോൾവറിൽ ഉണ്ടയില്ല കേട്ടോ. അതെ ബോസ്, ഉണ്ട തീർന്നു പോയിരുന്നു. പുതിയത് വാങ്ങാൻ കാശില്ലായിരുന്നു. പത്ലു, ഇവന്മാർ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നു? എന്റെ മോട്ടോ, ഇനി നിനക്കുള്ള അവസരമാണ്. എന്തായി കാണിക്കുന്നത്? വിട്ടോടാ, രക്ഷിക്കണേ. എന്റെ പൊന്നു സാറേ, മോട്ടു പത്തലിന്റെ അടുത്ത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്. സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ആ മോട്ട് ഞങ്ങളെ ആകെ കൂടെ കടിച്ചു മാറ്റിപ്പറിച്ചു. ദേ കണ്ടോ? മോട്ടു പത്ലോ, നിങ്ങൾ രണ്ടാളും തകർത്ത് കളഞ്ഞല്ലോ. എല്ലാരും പറയാറുണ്ട് ഈ ചിങ്കത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്, ഹൈലി ഇംപോസിബിൾ. പക്ഷെ ഞാനിപ്പോ പറയുന്നു, ഈ മോട്ടു പത്ലുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ.
ഞാൻ നിങ്ങൾ രണ്ടാൾക്കും വലിയൊരു സമ്മാനം തരാൻ പോകുന്നുണ്ട്. സമ്മാനമാണെങ്കിൽ എനിക്കാണ് തരേണ്ടത്. ഇത് മുഴുവനും ഞാൻ കാരണമാ സംഭവിച്ചത്. തനിക്കിതിൽ എന്താണ് പങ്ക്? ഇപ്പൊ കാണിച്ചു തരാം. ആ മോട്ടു, നിനക്ക് എല്ലും കഷ്ണം വേണോ? വേണ്ട, എനിക്ക് സമൂസ മാത്രം മതി. പത്ലു, എന്റെ ചക്കരെ, നിനക്ക് പഴം വേണോ? വേണ്ട, ഞാൻ പഴം തിന്ന് മടുത്തു. എന്റെ മരുന്ന് പ്രവർത്തനരഹിതമായെന്നാ തോന്നുന്നത്. ഇനി ഒന്നുകൂടി ആയാലോ? ഇഞ്ചക്ഷൻ എന്ന് നീയല്ല, ഞങ്ങളാണ് ഇടാൻ പോകുന്നത്. നോക്കിക്കോ, നീ എവിടെ കുത്തിയോ അവിടെ തന്നെ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഓടിക്കോ. നമ്മൾ ഈ നാട്ടുകാരെ അല്ല. മോട്ടു പത്ലുവിന്റെ അടുത്ത് കളിച്ചാൽ അവന്മാരാരെയും വെറുതെ വിടില്ല. എംപോസിബിൾ. Watch India's largest kids library only on Jio Hotstar. Download the app now.